ഹായ് ഡിയേഴ്സ്, നമുക്ക് ഹിന്ദി എക്സാമിന് 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതുപോലൊരു സെന്റൻസ് നമുക്ക് നൽകും. മുझे याद आया जब तुम्हारी शादी हुई थी. അപ്പൊ ഇത് നമ്മുടെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു സെന്റൻസ് ആണ് അല്ലേ? ഏതാ ചാപ്റ്റർ എന്ന് മനസ്സിലായോ? नीचे दिए शब्दों के समानार्थी शब्द वाक्य से चुनकर लिखे. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചോദ്യമാണിത്. അപ്പൊ സാധാരണ നമുക്ക് പാരഗ്രാഫ് ഒക്കെ നൽകിയിട്ട് അതിൽ നിന്ന് മീനിങ് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ, സമാനാർത്ഥം വരുന്ന വേർഡ് തിരഞ്ഞെടുത്ത് എഴുതാന്. പക്ഷെ ഇത് നമുക്ക് സെന്റൻസിൽ നിന്ന്, ഇത് ആര് പറഞ്ഞതാണ്? യെസ്, നമ്മുടെ കൈദി ബാപ്പ് അല്ലെ, തന്റെ മകളോട് പറഞ്ഞ കത്തില് എഴുതിയതാണ്. അപ്പൊ വിവാഹ് എന്നതിന് സമാനമായ അർത്ഥം വരുന്ന പദം തിരഞ്ഞെടുത്ത് എഴുതണം. ഏതാണത്? വിവാഹ് എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഇവിടെ ഷാദി. അടുത്തത് സ്മരൺ. സ്മരൺ എന്ന് പറഞ്ഞാൽ എന്താ? സ്മരിക്കുക, ഓർക്കുക. അതേ അർത്ഥം വരുന്ന ഒരു വാക്കാണ് യാദ്. യാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെ 2 വാക്കുകൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്കാണ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ മാക്സിമം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക നന്നായിട്ട്. വേർഡ് മീനിങ് മനസ്സിലാക്കി തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴും ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പഠിക്കുക. ഓക്കെ.